ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ മൈനർ ചൈൽഡിന് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടിയ ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ജുറിസ്ഡിക്ഷൻ്റെ അണ്ടറിലാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് 3 ജുറിസ്ഡിക്ഷനാണുള്ളത്. ഗൂഗിളിൽ പോയിട്ട് ജുറിസ്ഡിക്ഷൻ ഡിവിഷൻ ഫോർ കോൺസുലർ സർവീസസ് UK എന്നാണ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കോൺസുലർ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അവിടെ പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് 3 കോൺസുലർ സർവീസസ് ആണുള്ളത്: ലണ്ടൻ, ബിർമിംഗ്ഹാം ആൻഡ് എഡിൻബറ. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും അണ്ടറിൽ ഏതൊക്കെ സിറ്റീസാണ് വരുന്നതെന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സിറ്റി വരുന്നത് ലണ്ടൻ്റെ അണ്ടറിലായിരുന്നു. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സറണ്ടർ ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ UK എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. ഈ പേജ് ഓപ്പൺ ആയി വരും. സറണ്ടർ ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ GOVയുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓപ്പൺ ആകുന്ന പേജ് ഇതാണ്. ഹൗ ടു അപ്ലൈ ഫോർ എ സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും എന്തൊക്കെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എത്ര ഫീ ആവുന്നുണ്ടെന്നുള്ളതും ഇവിടെയുണ്ട്. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കോപ്പി ഓഫ് ഫോറിൻ പാസ്പോർട്ട്, കോപ്പി ഓഫ് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ ഒറിജിനൽ, കോപ്പി ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട്, 1 ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫീ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 പൗണ്ട് എന്നാണ്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ 46.44 പൗണ്ട് നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള കൊറിയർ ചാർജും പിന്നെ അവരുടെ VFSൻ്റെ ഫീയും കൂടെയാണത്. നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിനൗൺസിയേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് യൂറോപ്പാണ്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളൊരു ഇത് വരും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച കൗൺസിലർ സർവീസ് നിങ്ങൾ ഏതിൻ്റെ അണ്ടറിലാണെന്നുള്ളത് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബസി ഓർ കോൺസുലേറ്റ്. എനിക്ക് ലണ്ടൻ ആയതുകൊണ്ട് ഞാൻ ലണ്ടൻ എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ അത് ചൂസ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം സ്ട്രേറ്റ് ഫോർവേഡാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഫോർ സറണ്ടർ ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഓപ്പൺ ആയി വരും. നമ്മളിവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി, പ്ലേസ് ഓഫ് ഇഷ്യൂ. ഇനി നമ്മൾ സറണ്ടർ ഡീറ്റെയിൽസ് അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അക്വയറിംഗ് ഫോറിൻ നാഷണൽ റിനൗൺസിയേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ളത്. പിന്നെ ആപ്ലിക്കൻസിൻ്റെ നാഷണാലിറ്റി. ഇനി അത് ഫോറിൻ നാഷണാലിറ്റി അക്വിസിഷൻ ഡേറ്റ്, അതായത് നിങ്ങൾക്ക് എന്നാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയെന്നുള്ള ഡേറ്റ്, അത് നിങ്ങളുടെ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോറിൻ പാസ്പോർട്ട് നമ്പർ. നിങ്ങൾക്ക് ഇതിങ്ങനെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. 7 പേജസ് ആണ് മൊത്തം ഉള്ളത്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ 7 പേജസിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് വണ്ണാണ് ചെയ്യുന്നത്. ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാൻ പോണേ. ഗിവൺ നെയിം, ഫാമിലി നെയിം, ജെൻഡർ, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്. ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ. എൻ്റെ മോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ യെസ് ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. മറൈറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. കുഞ്ഞിൻ്റെ മറൈറ്റൽ സ്റ്റാറ്റസ് ഞാൻ സിംഗിളും, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ 7th ഓർ ലെസ് എന്നുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വിസിബിൾ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അത് കാണിക്കാത്തതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഫാമിലി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ബേബിയുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ്, സർനെയിം, അതുപോലെ തന്നെ ഗിവൺ നെയിം മദറിൻ്റെ, അതുപോലെ തന്നെ മദറിൻ്റെ സർനെയിം, പിന്നെ ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവരുടെ ഗിവൺ നെയിമും സർനെയിമും. ഇനി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ബേബിയുടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. അത് ഞാനിവിടെ UKയിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേബിക്ക് ഇമെയിൽ ID ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ IDയും എൻ്റെ ഫോൺ നമ്പറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ആണ്, എൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യണം. ഇവിടെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പം യെസ് ഓൾ ഡീറ്റെയിൽസ് കറക്റ്റ് എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ നമ്മുടെ പ്ലേസ് ആൻഡ് ഡേറ്റ് വരും. ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അവിടെ ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ വരുന്നതാണ്. ഇങ്ങനെ വരും, പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നും. അത് പ്രിൻ്റ് എടുത്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. ഈ കാണുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ഈ ഓരോ പ്രിൻറ്റിലും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സൈൻ ഇട്ട് വേണം കൊടുക്കാൻ വേണ്ടി.
2x2 സൈസിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു ഫോട്ടോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഫോട്ടോ കൊണ്ടുപോകേണ്ടതില്ല. ബേബി മൈനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊർ പേരൻറ്റിന് സൈൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൽ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ തന്നെ ലിങ്ക് ഉണ്ട്. യു വിൽ നീഡ് ടു ഫിക്സ് ആൻ അപ്പോയിൻമെൻറ്റ് ബിഫോർ യു വിസിറ്റ് VFS സെൻറ്റർ എന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ പോകാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ്, സെർച്ച് ഓർ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ്, ക്യാൻസലേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഇതിനുള്ളിൽ നിങ്ങൾ ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ സെലക്ട് സർവീസും സെലക്ട് ലൊക്കേഷനാണ് വരുന്നത്. സർവീസ് നിങ്ങൾ ചെയ്യേണ്ടത് സറണ്ടർ ഓഫ് ഇന്ത്യൻ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ സെലക്ട് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരുന്നത് കാർഡിഫ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ കോൺസുലേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ലൊക്കേഷന് വേണം നമ്മളിത് സബ്മിറ്റ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അവരുടെ കോൺസുലേറ്റിൻ്റെ അണ്ടറിലല്ലാത്തടത്തും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ കാർഡിഫിലാണ് സറണ്ടർ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക. ഇനി ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നുണ്ട്. അത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം നമ്മൾ ചൂസ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ നമുക്ക് ആപ്ലിക്കേഷനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ പാസ്പോർട്ട് നമ്പർ ഞാൻ കൊടുത്തത് ബേബിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ നമ്പറാണ്. പിന്നെ ഇമെയിൽ ID എൻ്റെ ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.